കുറച്ചാളെ കൂട്ടി സിനിമാ സ്റ്റൈലിൽ വട്ടത്തിലിരുന്നൊരു മൂപ്പന്റെ കൽപ്പന പോലെ എന്തൊക്കെയോ വിളിച്ചു പറയാൻ തിരികൊളുത്തിയ സുരേഷ് ഗോപിയുടെ കലങ്ക് സംവാദ പരിപാടിയുടെ ഫലം എന്തെന്ന് ചോദിച്ചാൽ കയ്യിലുണ്ടായിരുന്ന നേതാക്കളെ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ആൽമരത്തിന്റെ തണല് തേടി സുരേഷ് ഗോപി പോയപ്പോൾ ആൽമരത്തിന്റെ വേററുത്ത് നേതാക്കൾ പാർട്ടി വിട്ടു. എന്നിട്ടോ BJP നേതാവ് വന്നിറങ്ങിയത് കോൺഗ്രസിലാണ്. കലിംഗ സംവാദത്തിൽ പങ്കെടുത്ത BJP പ്രവർത്തകർ അടുത്ത ദിവസം കോൺഗ്രസിൽ ചേർന്നു. തൃശൂർ വരന്തപ്പിള്ളിയിലെ BJP പ്രവർത്തകരായ പ്രസാദ്, രാജശ്രീ, സുമേഷ്, ശാലിനി എന്നിവരും കുടുംബാംഗങ്ങളുമാണ് പാർട്ടി വിട്ടത്. ഈ മാസം 18-ാം തീയതിയാണ് വരന്തപ്പിള്ളി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കലുങ്ക് സംവാദം നടന്നത്. സംവാദ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത ഇവർ 19-ാം തീയതി കോൺഗ്രസിൽ ചേരുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടുള്ള വിയോജിപ്പാണ് BJP വിടാൻ കാരണമെന്ന് പാർട്ടി വിട്ടവർ പറഞ്ഞു. BJP വിട്ട് ഇതുപോലെ കോൺഗ്രസിൽ വന്നവരാരും തളർന്നിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സന്ദീപ് വാര്യർ എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. സുരേഷ് ഗോപിയുടെ കലങ്ക സംവാദം വിവാദങ്ങൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇതൊന്നും എന്റെ പണിയല്ല എന്ന സിനിമാ ഡയലോഗ് അടിച്ച് സുരേഷ് ഗോപി ഒറ്റയടിക്ക് വൈറലുമായി എയറിലും കയറി. നിവേദനം കൊടുക്കാനെത്തിയ വേലായുധൻ എന്ന വയോധികനായ ചേട്ടന് വേദിയിലിരുന്ന് തിരിച്ചയച്ച സുരേഷ് ഗോപിയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെ അടുത്ത ഗണിയുമായി സുരേഷ് ഗോപി എത്തിയതും ചർച്ചയായിരുന്നു. സഹായം ചോദിച്ച വയോധികയോട് ചേച്ചി അധികം വർത്താനം പറയണ്ട, ED പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം നിറഞ്ഞ മറുപടി. അല്ല, ഇയാൾ ആരെന്നാ ഇങ്ങേരുടെ വിചാരം? ഇത്ര അഹങ്കരിക്കാൻ മാത്രമുള്ള അവസരം ഇയാൾക്ക് കൊടുത്തതും ഈ ജനങ്ങൾ തന്നെയല്ലേ? MLA ആയാലും MP ആയാലും ജനസേവനം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. മുൻപ് തോറ്റു തൊപ്പിയിട്ടിരുന്ന കാലത്ത് BJPയുടെ താങ്ങും തണലും കിട്ടി MP ആയതുപോലെയല്ല ഇപ്പോൾ. ജനങ്ങൾ തെരഞ്ഞെടുത്തതാണെന്ന ഓർമ്മ വേണം. ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനങ്ങളാണ് ഇവരെന്ന് ഓർക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ മന്ത്രിയോടല്ലാതെ അമേരിക്കയിലെ മന്ത്രിമാരോട് പോയി ചോദിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ലെന്ന് വയോധിക പറഞ്ഞപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. നിങ്ങളുടെ മന്ത്രി തൊട്ടടുത്തല്ലേ താമസിക്കുന്നത് എന്ന് സുരേഷ് ഗോപി ചോദിച്ചു. ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന് വയോധികയുടെ മറു ചോദ്യം. അല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണെന്ന് സുരേഷ് ഗോപിയുടെ മറുപടി. താൻ മറുപടി നൽകി കഴിഞ്ഞുവെന്നും ഇതേ പറ്റൂ എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ശേഷം കരുവന്നൂർ ബാങ്കിൽ നിന്ന് ചേച്ചിക്ക് 10,000 രൂപ DYFI ഇടപെട്ട് കിട്ടാൻ കാരണമായതുമെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും വിവാദ കലിംഗ സംവാദം കൊണ്ട് കോൺഗ്രസിന് കോളടിച്ചിരിക്കുകയാണ്.